ഇതാ ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുന്നു. ഫൈനൽ മത്സരത്തിന്റെ വെടിയുതിർത്തേക്കുന്നു. 4 ട്രാക്കുകളിലും തീപ്പാറുന്ന പോരാട്ടങ്ങളുമായി ചുണ്ടനുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഒന്നാമത്തെ ട്രാക്കിൽ നടുഭാഗം, രണ്ടാമത്തെ ട്രാക്കിൽ കാലിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിൽ വിയപുരം, നാലാമത്തെ ട്രാക്കിൽ നിരണം. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇതിൻ 70ാമത് നെഹ്റു ട്രോഫി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് ചാർത്തിയ ആ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള പോരാട്ടം അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പുന്നമടയെ ത്രസിപ്പിച്ചുകൊണ്ട് വള്ളംകളി രംഗത്തെ ആസ്വാദകരെ പുന്നമടയിലേക്ക് ആവാഹിച്ചുകൊണ്ട് 4 ജലരാജാക്കന്മാർ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഒന്നാം ട്രാക്കിൽ നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ എവർഗ്രീൻ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ, മൂന്നാം ട്രാക്കിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയുടെ വിയ്യപുരം, നാലാം ട്രാക്കിൽ നിരണം വള്ളം. ആരാണ് മുന്നിലെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് അവരങ്ങനെ മുന്നേറുന്ന ഒരു കാഴ്ച കാണുകയാണ്. വിയപുരത്തിനൊരു ചെറിയ എഡ്ജുണ്ടോ? മൂന്നാം ട്രാക്കിൽ വിയപുരത്തിനൊരു ചെറിയ മുന്നേറ്റമുണ്ടോ? അല്ല. നാലാം ട്രാക്കിൽ നിരണം അബ്ജോദ്, നാലാട്ടവും വിയപുരവും തമ്മിൽ ഗംഭീര പോരാട്ടം. തൊട്ടപ്പുറത്ത് കാരിച്ചാൽ ചുണ്ടനും കുതിച്ചു കയറി വരുന്നുണ്ട്. വിധേൻ ഇല്ല, ഒരിക്കൽ പോലും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മത്സരമാണ് നടക്കുന്നത്. അത് പള്ളാത്തുരുത്തി ജയിച്ചാൽ ഇത് പള്ളാത്തുരുത്തിക്ക് തുടർച്ചയായ 5ാം ജയം. പള്ളാത്തുരുത്തിയുടെ ആകെ മൊത്തം കണക്കിൽ ഇത് 7ാം ജയം. അജയരായി തുടരുകയാണ് പള്ളാത്തുരുത്തിയുടെ വിജയഗാഥ എന്ന് തെളിയിക്കേണ്ടി വരും. ഇത് മത്സരത്തിന്റെ ആവേശം നോക്കൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം. 1 ഇഞ്ച് വ്യത്യാസമില്ലാതെ കടന്നു പോവുകയാണ് വള്ളങ്ങൾ. ഒന്നാമത്തെ നടുഭാഗം അല്പം പിറകിലാണെങ്കിലും കാരിച്ചാലും വിയ്യപുരവും നിരണവും വിട്ടുകൊടുക്കുന്നില്ല. പോരാട്ടം. എന്തൊരു മത്സരം ഇത്! ഇത് നമ്മുടെ കണ്ടിട്ടില്ലാത്ത മത്സരമോ? തുടക്കം മുതൽ ഇങ്ങനെ ഒരു മത്സരത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ പുന്നമട സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? ഇത് കാരിച്ചാലാണോ? ഇത് നടുഭാഗമാണോ? നിരണമാണോ? വിയ്യപുരമാണോ? ഒരൽപ്പം പിന്നിലാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ആ നടുഭാഗം വള്ളം. ഒരൽപ്പം പിറകിലാണ്. ഇതൊരൽപ്പം പുറകിലാണ്. ആ നടുഭാഗം മോനപ്പനാസാന്റെ താളം തെറ്റുന്നു. റോജാസി മാത്യുവിന്റെ താളം തെറ്റുന്നു. ഇല്ല, കാരിച്ചാല് കയറുന്നു. ഒപ്പം പിടിക്കുന്നുണ്ട് നിരണം. ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല വിയ്യപുരം. ബൈജു കുട്ടനാടിന്റെ താളമോ? ബൈജു കുട്ടനാടിന്റെ തന്ത്രമോ? അല്ല, ഇത് മനോജ് പത്തുനങ്ങിന്റെ തന്ത്രമാണ്. മനോജ് പത്തുനങ്ങിൽ 11ാമത്തെ നെഹ്റു ട്രോഫിക്ക് ഇറങ്ങുന്ന വള്ളംകളി രംഗത്തെ ആശാൻ മനോജ് പത്തുനങ്ങിൽ ആ തിറമുറി ഇറങ്ങുമ്പോ ആ തോർത്തൊന്ന് കരക്കി വീശും. ആ ട്രംപറ്റിന്റെ താളം ഒന്ന് മുറുക്കും. അത് വരുൺ ശർമ്മയുടെ കാതിലേക്ക് പതിക്കും. ആ വരുൺ ശർമ്മയുടെ കാതിൽ നിന്നത് കനീഷ് കാർത്തികേയന്റെ കാതിലേക്ക് ആവാഹിക്കും. അങ്ങ് 1ാം അമരം നിൽക്കുന്ന പ്രസന്നൻ പങ്കായം ഒന്ന് കുത്തിയെറിയും. വിയ്യപുരത്തെ തെല്ലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അരുൺ 1ാം തുഴ, വിയ്യപുരത്തിന്റെ 1ാം തുഴ അരുൺ. ബൈജു കുട്ടനാടിന്റെ താളം. അതിനപ്പുറത്ത് സുനിൽ കൈനകരി. വള്ളംകളിയിൽ ഒരു അമരക്കാരനായി വന്ന് താളക്കാരനായി മാറിയ സുനിൽ കൈനകരിയുടെ നിരണം നോക്കൂ. ചെറമുറി ഇറങ്ങിയിരിക്കുന്നു. വള്ളംകളിയുടെ ഗതി നിർണയിക്കുന്ന ചെറമുറി പിന്നിട്ടിരിക്കുന്നു. പള്ളാത്തുരുത്തി ഒരൽപ്പം മുന്നിലാണ്. മനോജ് പത്തുനങ്കിൽ അതാ ആ തോർത്തെടുത്തു. എന്തൊരു ചന്തം ഇത് നോക്കണേ. കടിച്ച് കേറിവാ മക്കളെ എന്ന് പള്ളാത്തുരുത്തിക്ക് ഇരു കരകളിൽ നിന്നും ആളുകൾ ആവേശം കൊടുക്കുകയാണ്. നിരണമാണോ? അല്ല കാരിച്ചാലാണോ? KTBC ഒന്ന് കേറിവാ. നിന്റെ ആരാധകരുടെ നിന്നെ കാത്തിരിക്കുന്നു. ഒന്ന് കേറിവാ. 2004-ലും 2005-ലും 2006-ലും 2007-ലും ഒക്കെ നീ ഇവിടെ പുളകം കൊല്ലിച്ചില്ലേ? ആ തുഴയൊന്ന് താത്തി വലിച്ചില്ലേ? കുമരകത്തെ ശൈലി കൊണ്ടുവന്നില്ലേ? എത്ര കാലമായടോ? ഇനി ഒന്ന് കയറിവാ. പള്ളാത്തുരുത്തിക്ക് ഒരു വെല്ലുവിളി ഉണ്ടാക്ക്. ഇല്ല, ഇങ്ങനെ കാണുമ്പോൾ അത് മുന്നിലാണെന്ന് തോന്നും. അല്ല, പള്ളാത്തുരുത്തിയാണ്. അല്ല, വിയ്യപുരമാണോ? പള്ളാത്തുരുത്തിയാണോ? വരുൺ ശർമ്മയാണോ? കനീഷ് കാർത്തികേയനാണോ? അല്ല, ആരുടെ താളം നിലയ്ക്കും? ആരുടെ വിജയത്തിനൊപ്പം നിൽക്കും? ആവേശകരമായി അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എന്തൊരു മത്സരം ഇത്! ഇതെന്തൊരു മത്സരം ഇത്! പ്രവചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇതൊരു നൂലിൽ കെട്ടിയതുപോലെ ഇത് ചരിത്രമാവുകയാണോ? 86-ലും 87-ലും ജയിച്ച വിയ്യപുരം. ഓക്കണേ, വില്ലേജ് ബോട്ട് ക്ലബ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന ലാപ്പിലേക്ക് എത്തി. നെഹ്റു പവലിയനിലേക്ക് എത്തി. ആ വെള്ളിക്കപ്പിലേക്ക് എത്തിയിരിക്കുന്നു. നോക്കൂ, ആരാണ് മുന്നിൽ? ട്രോഫി ജലമേളയിൽ കാരിച്ചാൽ വള്ളം. ഈ പുന്നമട അങ്ങനെ ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ല. ഇത് ചരിത്ര നേട്ടം.